ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്ന സിറ്റുവേഷൻ, ആ ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് എന്നുള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. മേ ബി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷനിലായിരിക്കാം. അപ്പം ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പം നിങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയ വ്യക്തികളായിരിക്കാം. അപ്പം എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷനിൽ, നിങ്ങളുടെ ഇടയിൽ സംഭവിച്ച ഈ ഒരു സെപ്പറേഷനിൽ ഈ ഒരു വ്യക്തി വളരെയധികം വേദനിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ അല്ല നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ മേ ബി അവരുടെ ലൈഫിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തി വളരെയധികം വേദനിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് വേദനകൾ കൊടുക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്ന സിറ്റുവേഷൻ നോക്കുമ്പോൾ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒട്ടും ഹാപ്പി അല്ലാത്ത ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ സ്നേഹം കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് മറ്റാരെങ്കിലും ഉണ്ടായിരിക്കാം. ആ ഒരു വ്യക്തിക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും മറ്റു വ്യക്തികളും ഉണ്ടായിരിക്കാം. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തിക്ക് ഒരു വിരസതയാണ് തോന്നുന്നത്. കാരണം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മറ്റുള്ള വ്യക്തികൾ ഈ ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം, സ്നേഹം വെച്ച് നീട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു വ്യക്തിക്ക് ആ ഒരു സന്തോഷങ്ങളൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതാണ് കാണുന്നത്. ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ച ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഈ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത്. രണ്ടുപേരുടെ ഇടയിലും ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷേ അതിലൊന്നും സന്തോഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസ്, ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഓർത്തെടുക്കുന്നതാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞ സമയത്തെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ടായിരിക്കാം. അപ്പം അതെല്ലാം ഈ ഒരു വ്യക്തി മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. തിരിച്ച് ആ ഒരു സ്നേഹവും ആ ഒരു പഴയ നിങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്ന ആ ഒരു സമയങ്ങളെല്ലാം തിരിച്ചു വേണമെന്ന് ഈ ഒരു വ്യക്തി അതിയായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നു. അപ്പം എന്തായാലും ഇപ്പോൾ ആൾക്ക് ഒരു സങ്കടമാണ് ഇപ്പോൾ ആളുടെ മനസ്സിൽ. ആൾക്കൊന്നിലും ഒന്നും സന്തോഷിക്കാൻ കഴിയുന്നില്ല. ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉള്ള വ്യക്തിയായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള വ്യക്തികൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിലും അവർ ഒട്ടും ഹാപ്പി അല്ലാത്ത ഒരു സിറ്റുവേഷനാണ് കാണുന്നത് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഇഷ്യൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ, നിങ്ങളുടെ ഇടയിൽ സംഭവിച്ച ആ ഒരു പ്രശ്നങ്ങൾ ഈ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം സങ്കടത്തിലാണ്. ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു അവസ്ഥ അതാണ് കാണുന്നത്. ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള സങ്കടമുള്ളതായിട്ട് കാണുന്നു. തൻ്റെ ഇമോഷൻസ് എല്ലാം ആ ഒരു വ്യക്തി ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. നിങ്ങളുടെ ഇടയിൽ വന്ന ഈ ഒരു വലിയ വിള്ളൽ ഈ ഒരു പേഴ്സണെ വളരെയധികം മാനസികമായി തളർത്തി എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തി തനിച്ചാണ്, നിങ്ങളെപ്പറ്റി ഇരുന്ന് ചിന്തിക്കുകയാണ്. അവരുടെ മനസ്സിൽ ഒരുപാട് സ്നേഹം നിങ്ങളോടുണ്ട്. അപ്പം ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. നിങ്ങളുടെ ഇടയിലുണ്ടായ ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വളരെയധികം അവരെ അസ്വസ്ഥരാക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു അവസ്ഥയ്ക്ക് ചേഞ്ച് വരുത്തണം എന്ന് ഈ ഒരു വ്യക്തി വളരെ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളുമായിട്ടുള്ള ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്.
8 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. അവരുടെ ചിന്തകളാൽ തന്നെ അവർ തളയ്ക്കപ്പെട്ട ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. വേണമെങ്കിൽ ഈ ഒരു ചിന്തകളിൽ നിന്ന് അവർക്ക് പുറത്തു വരാവുന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഈ ഒരു പേഴ്സണെ വളരെയധികം ഒരു അസ്വസ്ഥമാക്കിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്തകളിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു മെമ്മറീസ് ആ ഒരു പേഴ്സണെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയ്ക്ക്, അവരുടെ ഈ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയ്ക്ക് ഒരു മാറ്റം വേണമെന്ന് ആ ഒരു വ്യക്തി വളരെ നല്ല രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അത് അവസാനിപ്പിച്ച് എത്രയും വേഗം നിങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. പെട്ടെന്നൊരു ഡിസിഷൻ എടുത്ത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ഓടിയെത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളെ പറ്റിയിട്ട് ഈ ഒരു വ്യക്തി സ്പൈ ചെയ്യുന്നുണ്ടായിരിക്കാം. സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് സ്പൈ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്രയും വേഗം വരണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോഴും ആ ഒരു വ്യക്തി അതിന് തയ്യാറാവുന്നില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളിലേക്ക് എത്രയും വേഗം ഓടിയെത്തണം, അല്ലെങ്കിൽ നിങ്ങളോട് വന്ന് സോറി പറയണം എന്നൊക്കെ ആ ഒരു വ്യക്തിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ആ ഒരു വ്യക്തിയുടെ ഈഗോ അതിനെ അനുവദിക്കാത്ത ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. കാരണം വളരെയധികം കുറച്ച് ദേഷ്യമൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ തെറ്റുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഉണ്ടായെങ്കിൽ പോലും ആ ഒരു വ്യക്തി തൻ്റെ തെറ്റ് അംഗീകരിച്ചു തരാത്ത ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ നിങ്ങളായിരിക്കാം തെറ്റ് ചെയ്തതെന്ന് ആ ഒരു വ്യക്തി സ്ഥാപിച്ചെടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ച ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ പോലും ഈ ഒരു വ്യക്തിയുടെ തെറ്റുകൊണ്ടാണ് സംഭവിച്ചെങ്കിൽ പോലും ചിലപ്പോൾ ആ ഒരു വ്യക്തി അത് സമ്മതിച്ചു തരാത്ത കൂട്ടത്തിലാണ്. കാരണം ആ ഒരു വ്യക്തിയുടെ സൈഡ് പ്രൂവ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു പേഴ്സണാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഈഗോ സമ്മതിക്കുന്നുണ്ടാവില്ല. കാരണം നിങ്ങളുടെ അടുത്തേക്ക് സോറി പറഞ്ഞ് എത്തിയാൽ അവർ കൊച്ചായി പോകുമോ എന്നുള്ള ഒരു തോട്ട് ആ ഒരു പേഴ്സൻ്റെ ഉള്ളിലുണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഡിസിഷൻസ് അവരെല്ലാം ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുകയായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരണം, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ചിന്ത ആ ഒരു പേഴ്സൺ പെട്ടെന്ന് മാറ്റുന്നതിൻ്റെ കാരണം ആ ഒരു വ്യക്തിയുടെ ഈഗോ ആയിരിക്കാം. അല്ല, നിങ്ങളോട് സോറി പറയാത്തതിൻ്റെ കാരണം ഈഗോ ആയിരിക്കാം. പക്ഷേ ഇത്രയധികം ഈഗോ അവരുടെ മനസ്സിൽ നിലനിൽക്കുമ്പോഴും നിങ്ങളോട് വളരെയധികം സ്നേഹമാണ് ആ ഒരു പേഴ്സണ്. കാരണം അവരുടെ ഇമോഷൻസ് എല്ലാം തന്നെ അവർ ഹൈഡ് ചെയ്യുന്നു. വളരെ നിഗൂഢമായിട്ടുള്ള ഒരു പേഴ്സണാണ്. കാരണം അവരുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത്, ചിന്തിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് പിടികിട്ടുകയില്ല. അങ്ങനെയുള്ള ചില ആളുകളില്ലേ, കാരണം അവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് പിടികിട്ടുകയില്ല. പക്ഷേ അവർ വളരെയധികം അവരുടെ ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അവരെ വളരെയധികം ഒരു അസ്വസ്ഥമാക്കുന്നു. ആ ഒരു എനർജിയാണ്. ഹൈ പ്രീസ്റ്റസ് ആണ്. പുറമേ കാണുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. അവർ എല്ലാ കാര്യവും ഹൈഡ് ചെയ്ത് പിടിക്കുന്നു. അവരുടെ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് എല്ലാം ഹൈഡ് ചെയ്ത് പിടിക്കുന്നു എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ തോന്നുന്ന സമയമാണ് ഈ ഒരു പേഴ്സൺ, ഈ ഒരു സമയം. കാരണം നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണല്ലോ. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് മെമ്മറീസ് എല്ലാമാണ് ഈ ഒരു പേഴ്സൺ ഓർത്തെടുക്കുന്നത്. അപ്പം നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം, പിന്നെയും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടിയേക്കാം. ചിലപ്പോൾ ഈ ഒരു വ്യക്തി ചിലപ്പോൾ ബ്ലോക്കൊക്കെ ചെയ്ത് പോയ ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ബ്ലോക്കൊക്കെ ഇട്ടിട്ടുണ്ടാവാം. ബ്ലോക്കൊക്കെ മാറ്റി നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമോ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഈഗോ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം അവർ ഇങ്ങോട്ട് വന്ന് സോറി പറയുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ട് പോയ വ്യക്തിയാണെങ്കിൽ അവരുടെ ബ്ലോക്ക് മാറ്റിയിട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി ചെയ്യുന്നുണ്ടായിരിക്കും. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും, നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമോ, സോറി പറഞ്ഞ് ചെല്ലുമോ എന്നൊക്കെയുള്ള രീതിയിൽ. എന്തായാലും നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ തോന്നുന്ന സമയമാണ്. എന്തായാലും ആ ഒരു വ്യക്തിക്ക് പ്രതീക്ഷയുണ്ട്. ഒന്നുകിൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമെന്നുള്ളതായിരിക്കാം. കാരണം പേജ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. നിങ്ങളെ പറ്റിയിട്ട് ഉള്ള വിവരങ്ങൾ, ഇപ്പം നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ നിങ്ങളെ പറ്റിയിട്ടുള്ള മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നു. അപ്പം നിങ്ങളുടെ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തിയോ, അല്ലെ ഈ ഒരു പേഴ്സൻ്റെ കൂട്ട് വളരെ ഡിപ്രസ്ഡ് ആയിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം.
അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ടെമ്പററി ആണ്, അത് പെർമനൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുകയില്ല, ഇതിനൊരു അവസാനം ഉണ്ടാകും. അപ്പം നിങ്ങൾ ഇനിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇനിയും ഒരു റീബർത്ത് ഉണ്ടാകും എന്നുള്ളത് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. കാരണം ആ ഒരു വ്യക്തിയുടെ മുന്നിൽ നിങ്ങൾ വളരെയധികം എന്താണ് സ്റ്റാറിനെ പോലെയാണ് നിങ്ങൾ. കാരണം നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങൾ വളരെ മുൻപന്തിയിലുള്ള ആളുകളായിരിക്കാം, അല്ലെ നിങ്ങൾക്ക് ഒരുപാട് ആരാധകരുണ്ടായിരിക്കാം. അപ്പം അതൊക്കെ കൊണ്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം അസ്വസ്ഥമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. കാരണം ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ നിങ്ങൾക്കിനി എന്തെങ്കിലും ഓഫർ വരുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയായിരിക്കാം. അപ്പം നിങ്ങളെ പറ്റിയിട്ടുള്ള മാക്സിമം ഇൻഫർമേഷൻസ് ഈ ഒരു പേഴ്സൺ തിരക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിലവിൽ ക്ഷമ നശിച്ച ഒരവസ്ഥയാണ്. അവർ വെയിറ്റിങ്ങിലാണ്, കണ്ടോ, 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വെയിറ്റ് ചെയ്യുകയാണ്. ഒന്നുകിൽ നിങ്ങളുടെ ഒരു റെസ്പോൺസിന് വേണ്ടിയിട്ടായിരിക്കാം. ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുമൊത്ത് പിന്നെയും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആവാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്തായാലും ഈ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ പറ്റിയിട്ടുള്ള ആ ഒരു മെമ്മറീസിൽ തന്നെ ഇരിക്കുകയാണ് ഈ ഒരു പേഴ്സൺ. വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് സിറ്റുവേഷനെ കുറിച്ച് ഓർത്തിട്ട്. എന്തായാലും നിങ്ങളുമായിട്ട് പിന്നെയും കണക്ട് ചെയ്യാനാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. 8 ഓഫ് ഹാൻഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുമായിട്ട് ഇനിയും കണക്ട് ചെയ്യണം, നിങ്ങളുമായിട്ടല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ ആ ഒരു വ്യക്തിയെ വളരെയധികം അസ്വസ്ഥമാക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളോട് വഴക്കിട്ട് പോയിട്ടുള്ളത്. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റ് സമ്മതിച്ചു തരാതെ എല്ലാം നിങ്ങളിൽ അടിച്ചേൽപ്പിച്ചിട്ട് പോയൊരു വ്യക്തിയായിരിക്കാം. അപ്പം ഇപ്പോൾ ആ ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ജസ്റ്റിസ് അർഹിക്കുന്നവരാണ്, ഞാനല്ലയോ തെറ്റ് ചെയ്തത്, അവളല്ലല്ലോ അല്ലെ അവനല്ലല്ലോ തെറ്റ് ചെയ്തത് എന്നുള്ള രീതിയിൽ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റിസ് അർഹിക്കുന്നവരാണ് എന്നുള്ള ഒരു തോട്ട് ആ ഒരു പേഴ്സൻ്റെ മനസ്സിലുണ്ട്. എന്തായാലും നമുക്കിവിടെ പേജിൻ്റെ എനർജി കൂടുതലും കിട്ടിയത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ എന്തായാലും കോണ്ടാക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ടെമ്പററി ആണ്. കാരണം ഈ ഒരു വ്യക്തിക്ക് ക്ഷമ നശിച്ച ഒരവസ്ഥയാണ് കാണുന്നത്. ഈ ഒരു വ്യക്തി മേ ബി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു പേഴ്സൺ വെയിറ്റിംഗ് ആണ്. നിങ്ങളുമായിട്ട് ഇനിയും കണക്ട് ചെയ്യാനായിട്ട്, റീകണക്ട് ചെയ്യാനായിട്ട് ആ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നതാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറും കൂടെ നോക്കാം. ഈ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇനിയും വന്ന് പ്രപ്പോസ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോട് വന്ന് സോറി പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാലിൽ വീണ്ടും സോറി ചോദിക്കുന്നതായിരിക്കാം. എന്തായാലും നിങ്ങളെ വന്ന് പ്രപ്പോസ് ചെയ്യും എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് കേട്ടോ. 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ സ്റ്റെബിലിറ്റിയോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ടാകും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ ലഭിക്കുന്നത് കേട്ടോ. അപ്പം വളരെയധികം പോസിറ്റീവ് ആയിരുന്നു. അപ്പം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇടയിൽ റീസെൻ്റായിട്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. എന്തായാലും ഈ ഒരു പേഴ്സൺ വളരെയധികം ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോയിട്ടുണ്ട്. നിങ്ങളെ മാത്രം വിചാരിച്ചിരിക്കുകയാണ്. അവരുടെ ഇമോഷൻസ് എല്ലാം ഹൈഡ് ചെയ്യുന്നു. ഈ ഒരു പേഴ്സൺ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അവരുടെ ഈഗോയാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അവരെ അനുവദിക്കാത്തത്. പക്ഷേ ഫ്യൂച്ചർ എനർജിയിൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളൊരു ജസ്റ്റിസ് അർഹിക്കുന്നു എന്നുള്ളൊരു തോന്നലില്ല. ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് വന്ന് സോറി പറയുന്നതാണ്. അപ്പം എന്തായാലും നിങ്ങളെ പിന്നെയും വന്ന് പ്രപ്പോസ് ചെയ്യുന്നതാണ്. ആ ഒരു എനർജിയാണ് കേട്ടോ.